അപ്പോൾ ഷഖ്ഷഖത്തുൽ അസാഫിർ എന്ന പാഠത്തിൻ്റെ അൻഷിത്വ പ്രവർത്തനങ്ങൾ ആക്ടിവിറ്റിയാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച പാഠത്തിൽ നിന്നുള്ള ഏതാനും ചില ചെറിയ ചോദ്യങ്ങൾ നമ്മളൊരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നൊരു പദമാണ് തസല്ലഖ. സാലിമ് ഒരു ഷജറത്തിൽ കബീറത്തിൽ എന്തായി തസല്ലഖ എന്ന് പറഞ്ഞിരുന്നു അല്ലേ? ഓർമ്മ വരുന്നുണ്ടോ? തസല്ലഖയുടെ അർത്ഥം ഐവ, അതെ, വലിഞ്ഞു കയറുക, പറ്റി പിടിച്ച് കയറുക അല്ലെ, മരത്തിലൊക്കെ കയറുന്നതിനാണ് തസല്ലഖ എന്ന് പറയുക. നോക്കിയേ, ഉഷുൻ എന്നതിൻ്റെ ജംഅ് എന്താണ്? അഇഷാഷ് അല്ലേ? അഇഷാഷ് എന്നാണ് ഉഷിൻ്റെ ജമ്മായിട്ട് നമ്മളന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. അസുറൂർ ഇങ്ങനൊരു പദം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ അർത്ഥം? പക്ഷിയുടെ കൂട്ടിലേക്ക് പക്ഷിക്കുഞ്ഞിനെ വെച്ച് കൊടുത്തപ്പോൾ തള്ളക്കിളിയും കൂടെ മറ്റുള്ള കുട്ടികൾക്കൊക്കെ ഉണ്ടായ ഒരു പ്രത്യേകമായൊരു എന്താ പറയുക, ആ സമയത്ത് തോന്നിയൊരു കാര്യമുണ്ടല്ലോ. എന്താണത്? നഅം. എന്താണ്? സുറൂർ എന്ന് പറഞ്ഞാൽ സന്തോഷം അല്ലേ? സുറൂറിൻ്റെ ഒരു പര്യായപദം നമ്മൾ പഠിച്ചു അല്ലേ? ഫറഹഫോർ അല്ലേ എന്നും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമുക്ക് ഇന്നത്തെ പുതിയ പ്രവർത്തനം എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇതാണ് നമുക്ക് ചെയ്യാനുള്ള ആദ്യത്തെ പ്രവർത്തനം. പേജ് നമ്പർ എത്രയാണ്? 17 2 പ്രവർത്തനങ്ങളുണ്ട്. അതിൽ നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനം ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം നഖറഉ വനതദവ്വഖു. നഖറഉ നമുക്ക് വായിക്കാം, വനതദവ്വഖു നമുക്ക് ആസ്വദിക്കാം. അപ്പോൾ ആസ്വദിച്ച് വായിക്കാനുള്ള ഒരു ഭാഗമാണ്. പക്ഷേ വായിക്കുന്നതോടൊപ്പം തന്നെ ഒരു കാര്യം നമ്മൾക്കിതിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്തൊക്കെ നോക്കാം. അത് ഞാനത് വായിക്കാം, അതിന് അർത്ഥം ഒന്ന് പറയാം. കാന സാലിമുൻ വലതൻ ദ്വരീറൻ. കാന സാലിം, സാലിമായിരുന്നു. വലതൻ ദ്വരീറൻ, വലതൻ കുട്ടി, ദ്വരീർ കണ്ണ് കാണാത്ത, അന്ധനായ. അപ്പോൾ സാലിം അന്ധനായ ഒരു കുട്ടിയായിരുന്നു. രണ്ടാമത്തത് യസ്കുനു സാലിമുൻ ഫി ഖറിയത്തിൻ ജമീല. യസ്കുനു സാലിം, സാലിം താമസിക്കുന്നു. ഫി ഖറിയത്തിൻ, ഗ്രാമത്തിൽ. ജമീലത്തിൻ, ഭംഗിയുള്ള ഗ്രാമത്തിൽ താമസിക്കുന്നു. മൂന്നാമത്തത് വഖഅൽ ഉസ്ഫൂറു അസ്വഗീറു മിനൽ ഉശ്ശി. വഖഅ വീണു, അൽ ഉസ്ഫൂറു പക്ഷി, അസ്വഗീറു ചെറിയ, മിനൽ ഉശ്ശ് കൂട്ടിൽ നിന്ന്. അപ്പോൾ കൂട്ടിൽ നിന്ന് ചെറിയ പക്ഷി വീണു. നാലാമത്തത് തസല്ലഖ സാലിമുൻ ഷജറത്തൻ കബീറത്തൻ. തസല്ലഖ നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചില്ലേ? എന്താ തസല്ലഖ? പറ്റി പിടിച്ച് കയറി അല്ലേ? സാലിം കയറി. ഷജറത്തൻ കബീറത്തൻ, ഷജറത്തൻ മരം അല്ലേ? കബീറത്തൻ വലിയ മരം അല്ലേ? അപ്പോൾ ഇതിൽ എല്ലാ വാചകങ്ങളിലും പ്രത്യേകമായി കളർ കൊടുത്ത് എഴുതിയ കുറച്ച് പദങ്ങളുണ്ട്. ഒന്നാമത്തതിൽ വലതൻ ദ്വരീറൻ, ചുവന്ന നിറവുണ്ട്, നീല നിറവുണ്ട്. രണ്ടാമത്തതിൽ ഖറിയത്തിൻ ജമീലത്തിൻ. മൂന്നാമത്തത് അൽ ഉസ്ഫൂറു അസ്വഗീറു. നാലാമത്തത് ഷജറത്തൻ കബീറത്തൻ. അർത്ഥം പറഞ്ഞപ്പോൾ മനസ്സിലായിണ്ടല്ലോ അല്ലെ? എങ്ങനെയാണ്? വലതൻ ദ്വരീറൻ, അന്ധനായ കുട്ടി. ഖറിയത്തിൻ ജമീലത്തിൻ, ഭംഗിയുള്ള ഗ്രാമം. അൽ ഉസ്ഫൂറു അസ്വഗീറു, ചെറിയ പക്ഷി. ഷജറത്തൻ കബീറത്തൻ, വലിയ മരം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ട് വല്ല സൂചനകളും ലഭിച്ചോ? ഇതിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാനുണ്ടല്ലോ. അറബി ഭാഷയിലെ ഒരു നിയമം പഠിക്കാനുണ്ട് ഇതിൽ. മനസ്സിലായ കുട്ടികൾക്ക്? ഒന്ന് നോക്കാം. വലതൻ വരീറൻ, അന്ധനായ കുട്ടി. ഇതിൽ വലതൻ എന്നത് ചുവന്ന മഷിയിലും വരീറൻ എന്നത് നീല മഷിയിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചുവന്ന മഷിയിൽ ആദ്യം നോക്കാം. വലതൻ, ഖറിയത്തിൻ, അൽ ഉസ്ഫൂറു, ഷജറത്തൻ. ആരാ പറഞ്ഞത്? ശരി, വലതിന്റെ വിശേഷണമാണ് വരീർ അല്ലെ? വലത് കുട്ടിയെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വരീറൻ എന്ന പദം ചേർത്തിരിക്കുന്നത്. വലതൻ, ഇപ്പൊ നോക്കൂ, കാന സാലിമുൻ വലതൻ. സാലിം ഒരു കുട്ടിയായിരുന്നു. അപ്പൊ തന്നെ ഒരു സെന്റൻസ് മുഴുവനായി അല്ലേ? അതിനർത്ഥമുണ്ട്. പക്ഷെ എങ്ങനത്തെ കുട്ടിയാണ് എന്നും കൂടെ വിശദീകരിക്കുന്നു. കാന സാലിമുൻ വലതൻ വരീറൻ, അന്ധനായ കുട്ടി. കണ്ടോ, അവിടെ അന്ധനായ കുട്ടി എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കഥയ്ക്ക് ഒരു അർത്ഥമൊന്നുമില്ല അല്ലേ? സാധാരണ കുട്ടിയാണെങ്കിൽ ഒരു പക്ഷി കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് പക്ഷിനെ എടുക്കാനും കൂട്ടിൽ വെക്കാനും ഒന്നും പ്രയാസം ഉണ്ടാവില്ല.
പക്ഷെ ഇത് കണ്ണ് കാണാത്തൊരു കുട്ടി ആയതുകൊണ്ടാണ് ഈ കഥയിൽ തന്നെ നമുക്ക് എന്തുണ്ടാകുന്നത്, നല്ല ഒരു കഥയായി മാറുന്നത്. അപ്പോൾ ആ കാര്യം പ്രത്യേകം പറയേണ്ടതുണ്ട് അല്ലേ, പരാമർശിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അത് അങ്ങനെ തന്നെ പറഞ്ഞത്. രണ്ടാമത്തിൽ നോക്കൂ, യസ്കുനു സാലിം, സാലിം താമസിക്കുന്നു ഫി ഖറിയത്തിന്, ഒരു ഗ്രാമത്തിൽ. മതി, നമുക്ക് ഒരാൾക്ക് മനസ്സിലായി. പക്ഷെ ഒന്നുകൂടെ വ്യക്തത വരാൻ വേണ്ടിയിട്ട് എങ്ങനത്തെ ഗ്രാമത്തിലാണ്? ജമീലത്തിൻ, ഭംഗിയുള്ള. അപ്പൊ ഖറിയത്തിന്റെ വിശേഷണമാണ് ജമീലത്ത്. നമുക്ക് അൽ ഉസ്ഫൂറു, പക്ഷി, പക്ഷിയുടെ ഒരു വിശേഷണമായിട്ട് എന്താ കൊടുത്തത്? സ്വഗീർ, ചെറുത് അല്ലേ. കബീർ ഉണ്ടാവാം, സ്വഗീർ ഉണ്ടാവാം, പല രീതിയിലുണ്ടാവാം. അപ്പൊ ഇവിടെ ഏത് പക്ഷിയാണ് ഉദ്ദേശിക്കുന്നത്? ചെറിയ പക്ഷി. നമുക്ക് നാലാമത്തേത് ഷജറത്തൻ കബീറത്തൻ, വലിയ മരം. മരങ്ങൾ പലതരത്തിലുള്ള ഉണ്ടാവാം, പക്ഷെ ഇവിടെ എന്താണ് പറഞ്ഞത്? ഷജറത്തൻ കബീറ, വലിയ മരം. അപ്പോ ഒരു ഇസ്മ, വലത്, ഖറിയത്ത്, ഉസ്ഫൂർ, ഷജറ, ഇതൊക്കെ ഇസ്മുകളാണ്. അതിനുശേഷം വന്നതും വിശേഷണവും എന്ത് ഇസ്മ തന്നെയാണ്. ഒരു ഇസ്മിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി വരുന്ന മറ്റൊരു ഇസ്മ, അതിന് അറബിയിൽ പറയും നഅ്തുൻ. എന്താ പറയാ? നഅ്തുൻ. അപ്പൊ വിശേഷണമായി വരുന്നതിന് നഅ്ത് എന്നും, ഏതിനെയാണോ വിശേഷിപ്പിക്കുന്നത്, ഏതിന്റെ വിശേഷണമാണോ പറയുന്നത്, ആ വിശേഷിപ്പിക്കപ്പെടുന്നതിന് മൻഊത്ത് എന്നും പറയും. ഇതാണ് അറബി ഭാഷയിലെ ഒരു നിയമം. ആ നിയമത്തിന്റെ പേരൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും നമ്മൾ ഇങ്ങനെ സംഭവം, ഒരു വിശേഷണം വിശേഷിപ്പിക്കുന്ന ഒരു രീതി അറബി ഭാഷയിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അന്നഅ്തു വൽ മൻഊത്ത്, ഇതാണ് അതിന്റെ പേര്. നഅ്തും മൻഊത്തും. നഅ്ത് വിശേഷണം, മൻഊത്ത് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇതാണ് ആ നിയമത്തിന്റെ പേര്. ഒന്നുകൂടെ വിശദമായിട്ട് പറയാം. ഹാദ വലതുൻ സഗീറുൻ, ഇത് ഒരു ചെറിയ കുട്ടിയാണ്. ഹാദൽ വലതു അസ്സഗീറു, ഈ ചെറിയ കുട്ടി. കണ്ടോ? ഒന്നാമത്തേൽ വലദുൻ എന്നതിന്റെ അവസാനത്തിൽ ചുവന്ന നിറത്തിൽ കൊടുത്ത കണ്ട ചിഹ്നം എന്താണ്? ദുൻ എന്നാണ്, ലമ്മ് തൻവീനാണ്. അപ്പോൾ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച സഗീർ അല്ലെ, വിശേഷണമായിട്ട് വന്ന സഗീറിലും പിന്നെ മൻഊത്തിലുള്ള വിശേഷിപ്പിക്കപ്പെടുന്ന ആ ഇസ്മിലുള്ള അതേ ചിഹ്നമാണ് വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നഅ്തിന് മൻഊത്തിന്റെ ചിഹ്നം ഉണ്ടായിരിക്കണം. വലതുൻ എന്നതിന്റെ അതേ ചിഹ്നം തന്നെ ആയിരിക്കണം എന്തിനും കൊടുക്കേണ്ടത്? സഗീറുൻ എന്ന വിശേഷണത്തിനും കൊടുക്കേണ്ടത്, നഅ്തിനും കൊടുക്കേണ്ടത്. അടുത്ത് നോക്ക്, ഒന്നാമത്തെ അൽ വലതു എന്നാക്കിയപ്പോൾ അസ്വഗീറു എന്നാക്കി. കണ്ടോ? അൽ വലതു, വലതിന് കൂടെ അല്ല് ചേർന്നപ്പം സഗീറിന്റെ മുന്നിലും അല്ല് ചേർത്തു. അങ്ങനെ തന്നെ ആയിരിക്കണം എഴുതേണ്ടത്. നമുക്ക് അൽ വലതു തൻവീന് പോയിട്ട് ലമ്മ് മാത്രമായപ്പോ സഗീറിന്റെ എന്താക്കി? സഗീറു എന്നാക്കി മാറ്റി. അടുത്ത് നോക്കിയേ, ഹാദി ഖുറത്തുൻ ജദീദത്തുൻ, ഇത് പുതിയ പന്താണ്. ഖുറത്തുൻ എന്നതിൽ ഒരു ത അല്ലെ, അത് സ്ത്രീലിംഗമാണ് അല്ലെ, ഖുറത്തുൻ. അതും അപ്പൊ എന്തായി? ജദീദത്തുൻ എന്നാക്കി, അവിടെയും സ്ത്രീലിംഗമാക്കി. അപ്പം മൻഊത്ത് പുല്ലിംഗമാണെങ്കിൽ, വിശേഷിപ്പിക്കപ്പെടുന്ന നാമം ഇസ്മ സ്ത്രീലിംഗമാണെങ്കിൽ അതിന്റെ നഅ്തും എന്തായിരിക്കണം? സ്ത്രീലിംഗമായിരിക്കണം. അതിന്റെ ഹർക്കത്തും അതേ രീതിയിൽ തന്നെ ഒരേ രീതിയിലായിരിക്കണം. താഴെ നോക്കിയ ഹാദിഹിൽ ഖുറത്തു അൽ ജദീദത്തു. കണ്ടോ? ഖുറത്തിന് മുന്നിൽ അല്ല് ചേർത്തു, അപ്പോ ജദീദത്തിന് മുന്നിലും അല്ല് ചേർത്തു. ഖുറത്തു എന്നതിൽ തു എന്നത് ഉള്ളത് കൊണ്ട് ജദീദത്തു എന്നാക്കി മാറ്റുകയും ചെയ്തു. ഇത് നോക്കിയേ, ഹാദാ വലതുൻ സ്വഗീറുൻ, അപ്പൊ വലതുൻ സ്വഗീറുൻ. റഅയ്തു വലദൻ സ്വഗീറൻ. കണ്ടോ? റഅയ്തു എന്നപ്പം വലദൻ എന്നായി. വലദൻ എന്നായപ്പോ സ്വഗീറിന്റെ രൂപം മാറിയില്ലേ, സ്വഗീറൻ എന്നാക്കി. നളർത്തു ഇലാ വലദിൻ. കണ്ടോ? ഇല വന്നപ്പോ വലദിൻ എന്നായി, കസ്റത്തിലെ തൻവീൻ കസ്റത്തായി. അപ്പൊ സ്വഗീരിൻ. ഇങ്ങനെ ഈ നഅ്ത് വിശേഷണം മൻഊത്തിന് എന്താണുള്ളത് അതുപോലൊക്കെ നഅ്തിലും മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങൾക്കൊക്കെ ചിഹ്നങ്ങൾ ഏതിനെയാണോ വിശേഷിപ്പിക്കുന്നത് അതിന്റെ ചിഹ്നമായിരിക്കും. അത് സ്ത്രീലിംഗമാണെങ്കിൽ വിശേഷണം സ്ത്രീലിംഗമായിരിക്കും, അത് പുല്ലിംഗമാണെങ്കിൽ വിശേഷണം പുല്ലിംഗമായിരിക്കും, അത് ഏകവചനമാണെങ്കിൽ വിശേഷണം ഏകവചനം, ജംഅ് ബഹുവചനമാണെങ്കിൽ വിശേഷണം ബഹുവചനം. ഇങ്ങനെയായിരിക്കും അതിന്റെ നിയമം. ഈ ഒരു ധാരണ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമുക്ക് സാധാരണ വിശേഷണങ്ങൾ ഉപയോഗിക്കുന്ന ഒരുപാട് പദങ്ങളുണ്ട്. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയാണ്. സഗീറുൻ ഒരു വിശേഷണമായി ഉപയോഗിക്കുന്ന പദമാണ്. കബീറുൻ വലിയത്, തൊവീലുൻ നീളം കൂടിയത്, ഖസീറുൻ നീളം കുറഞ്ഞത്, ജദീദുൻ പുതിയത്, ഖദീമുൻ പഴയത്, ജമീലുൻ ഭംഗിയുള്ളത്, ഖബീഹുൻ ഭംഗിയില്ലാത്തത്, സമീനുൻ തടിയുള്ളത്, നഹീഫുൻ മെലിഞ്ഞത്, അസ്വദുൻ കറുത്തത്, അബിയലുൻ വെളുത്തത്, അഹ്മറുൻ ചുവന്നത്, അസ്ഫറുൻ മഞ്ഞ, അസ്റഖ് നീല, അഖ്ലർ പച്ച. ഇതൊക്കെ നമുക്ക് വിശേഷണമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പദങ്ങളാണ്. ഇനിയും ഒരുപാടുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് നമ്മൾക്ക് പരിചയമുള്ള പദങ്ങൾ ഇവിടെ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ നമ്മളിപ്പോൾ പഠിച്ച വിശേഷണവുമായി ബന്ധപ്പെട്ട ഒരു വർക്ക്, ഒരു അൻഷിത്തയാണ് ഇവിടെയുള്ളത്. നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. ബോക്സിൽ ജമീലൻ എന്നുണ്ട്, ഭംഗിയുള്ളത്, സ്വഗീറത്തൻ ചെറുത്, ഫറാശത്തൻ സ്വഗീറത്തുൻ ചെറുത്,
ഫറാശത്തൻ പൂമ്പാറ്റ. ഇതൊക്കെയാണ് അതിലുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് വായിച്ചു നോക്കാം. ചിത്രം കണ്ടല്ലോ നിങ്ങൾ അല്ലേ? ഒരു പൂന്തോട്ടത്തിൽ ഇരിക്കുന്ന രണ്ടാളുകൾ. ഓക്കെ. നാദിയത്തു ബിൻതുൻ, നാദിയ ഒരു പെൺകുട്ടിയാണ്. ഡാഷുൻ എന്നാ കൊടുത്തത്. യൗമൻ ദഖലത് ബുസ്താനൻ, യൗമൻ ഒരു ദിവസം, ദഖലത്ത് അവൾ പ്രവേശിച്ചു, ബുസ്താനൻ പൂന്തോട്ടത്തിൽ. ഡാഷ് ഫറഅത്ത് അവൾ അവിടെ കണ്ടു, ഡാഷ് ജമീലത്തൻ ഭംഗിയുള്ള ഒരു ഡാഷ് കണ്ടു. റക്കലത്ത് വറാഅഹ അപ്പൊ അതിന്റെ പിന്നാലെ ഓടി അവള്. ഫഖാലൽ വാലിദു അപ്പം അവളെ കൂടെ ഉണ്ടായിരുന്ന ഉപ്പ പറഞ്ഞു, ലാ യാ നാദിയ, നാദിയ അങ്ങനെ ചെയ്യല്ലേ, അതിനെ പിടിക്കാൻ ഓടാണ് അവളല്ലേ, അങ്ങനെ ചെയ്യല്ലേ. ദഈഹ അതിനെ വിട്ടേക്ക്. ഇർഹമി നീ കരുണ കാണിക്ക്, അൽ ഹയവാനാത്ത് ജീവികളോട്. കണ്ടോ, ഇതിലിപ്പോ 3 സ്ഥലങ്ങളിൽ പൂരിപ്പിക്കാനുണ്ട്. നാദിയത്തു ബിൻതുൻ, ബിൻത്ത് ഒരു പെൺകുട്ടിയാണല്ലോ. അപ്പൊ ബിൻത്തിന് പറ്റിയൊരു വിശേഷണം മുകളിലുള്ള 3 ഏതായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബിൻതുൻ ജമീലൻ എന്ന് പറയാൻ പറ്റുമോ? സ്വഗീറത്തൻ ചെറിയത് എന്ന് പറയാൻ പറ്റുമോ? ഫറാഷത്തൻ പൂമ്പാറ്റ എന്ന് പറയാൻ പറ്റുമോ? ബിൻതുൻ ഫറാഷത്തുൻ അങ്ങനെ പറയാൻ പറ്റുമോ? അപ്പൊ നോക്കണം. ഫറാഷത്തുൻ എന്ന് നിങ്ങൾ സെലക്ട് ചെയ്യാൻ നിൽക്കുക. ശരി തെറ്റെന്നുള്ള പിന്നെ പറയാം. ബിൻതുൻ എന്നതിന്റെ അവസാനത്തിൽ തുൻ എന്നാണുള്ളത്, പക്ഷെ ഫറാഷത്തൻ എന്നതിൽ തൻ എന്നാണുള്ളത്. അപ്പൊ എന്തായില്ല, അത് ശരിയാവില്ല. പിന്നെ ബിൻതുൻ ജമീലൻ അത് പറ്റുമോ? അതും പറ്റില്ല, കാരണം ജമീലൻ അവസാനത്തിൽ ഫതഹത്ത് തെൻവീനാണുള്ളത്. ഇവിടെ ആകുമ്പോഴോ ലമ്മ് തെൻവീനാണ്. സ്വഗീറത്തുൻ ചെറുത് അല്ലേ? അപ്പോ ബിൻത്ത് പെൺകുട്ടിയാണ്, സ്വഗീറത്തുൻ അതെന്താണ്? പെൺകുട്ടി, അതും സ്ത്രീലിംഗമാണ്. അപ്പൊ സ്വഗീറത്തിന്റെ മുകളിൽ എന്താ കൊടുത്തത്? അത് ലമ്മത്തുമാണ്. അപ്പൊ അത് മാച്ചാവും അല്ലെ, അത് യോജിക്കും. അതേ രീതിയിലാണ് നമ്മൾ ഇന്നിങ്ങനെ പദങ്ങൾ കണ്ടെത്തേണ്ടത്. രണ്ടാമത്തെ മൂന്നാമത്തെ ഒന്ന് നോക്കിയേ. ബുസ്താനൻ, ബുസ്താനൻ നമ്മൾ അവസാനത്തിൽ ഫതഹത്ത് തെൻവീനാണ്, പക്ഷെ മുകളിലുള്ള 2 എണ്ണം ഉണ്ട് അല്ലേ? 2 തെൻവീനുള്ള 2 ജമീലനുണ്ട്, ഫറാഷത്തുണ്ട്. അപ്പോൾ കൺഫ്യൂഷനായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ബുസ്താൻ ആണാണോ പെണ്ണാണോ നോക്കുക അല്ലേ? ബുസ്താൻ എന്നുള്ളത് ഒരാണാണ്, കാരണം ബുസ്താനത്ത് എന്നില്ല, ബുസ്താനൻ. അപ്പൊ അതിന് പറ്റിയ ഏതാണുള്ളത് മോള് നോക്കിയേ. ജമീലൻ ആണോ ഫറാഷത്തൻ എന്നാണോ? ഐവ ജമീലൻ, കറക്റ്റ് അല്ലേ? ഇനി ഫറഅത്ത് അവൾ കണ്ടു, റഅത്ത് അല്ലെ പെൺകുട്ടി നാദിയാണ്, അവൾ കണ്ടു. ഡാഷ് ജമീലത്തൻ ഭംഗിയുള്ളത് എന്നാ. ജമീലത്തൻ ഇനിയിപ്പോ ഒന്നേ ബാക്കിയുള്ളൂ. ഇനിയിപ്പോ അത് ബാക്കി കുറെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എങ്ങനെ മനസ്സിലാകും? ജമീലത്തൻ എന്നതിൽ താ ഉണ്ട്, അത് സ്ത്രീലിംഗമാണ്. അപ്പൊ മുകളിലുള്ളതിൽ സ്വഗീറത്തുൻ ഫറാഷ് 2 എണ്ണം താ ഉള്ളതുണ്ട്. പക്ഷെ ജമീലത്തിന്റെ അവസാനത്തിൽ ഫത്ഹ തെൻവീൻ ആയതുകൊണ്ട് മുകളിലുള്ള സ്ത്രീലിംഗത്തിൽ ഫത്ഹത്ത് തെൻവീൻ ഉള്ളത് ഫറാഷത്ത് മാത്രമാണ്. അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, ഇത് നോട്ട്ബുക്കിലേക്ക് എഴുതണം. ഓക്കെ, കണ്ടോ, ഈ രീതിയിലാണ് അതിന്റെ ഉത്തരം ഉണ്ടാവുക. അപ്പൊ പേജ് 18 വന്നിരുന്ന 2 പ്രവർത്തനങ്ങളും നമ്മൾ മനസ്സിലാക്കി. ഇനി 17 ഇനി 18 പ്രവർത്തനമാണ്. നുറാജിഉ അന്നസ്വ നമ്മൾ പാഠം ഒന്നുകൂടെ നോക്കുക, വായിക്കുക. വനക്തഷിഫു മിൻഹു നമ്മൾ അതിൽ നിന്ന് കണ്ടുപിടിക്കണം. അൽ കലിമാത്ത് പദങ്ങൾ, അല്ലത്തി തദുല്ലു അലാ സൗത്തിൽ ഉസ്ഫൂരി പക്ഷിയുടെ ശബ്ദത്തിന് പറഞ്ഞിരിക്കുന്ന പദം എന്താണ്, അത് നമ്മൾ അതിൽ നിന്ന് കണ്ടുപിടിക്കണം. വൽ ഖിത്തി പൂച്ചയുടെ ശബ്ദത്തിനും അവിടെ ഒരു പദം പ്രയോഗിച്ചിട്ടുണ്ട്, അത് നമ്മൾ കണ്ടുപിടിക്കുക. വനക്തുബഹ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് രണ്ടും ഇവിടെ ഇട്ട ഈ ഭാഗത്ത് പൂരിപ്പിക്കണം. അറിയാലോ, പക്ഷിയുടെ കാര്യത്തിൽ നമ്മൾ പാഠത്തിന്റെ ഹെഡിങ് തന്നെ അങ്ങനെ അല്ലേ? എന്താ പക്ഷിയുടെ ശബ്ദത്തിന് എന്താ പറയാ? നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഇവിടെ എഴുതണം കേട്ടോ. ഖിത്ത് പൂച്ചയുടെ ശബ്ദം കേട്ടു എന്ന് പറഞ്ഞില്ല സാലിം അല്ലെ? അവിടെ പേര് പറയുന്നുണ്ട് അല്ലെ? പൂച്ചയുടെ ശബ്ദം, പൂച്ച ശബ്ദത്തിന് എന്താ പറയാ? കരയുന്നതിന് എന്താ പറയാ? അപ്പൊ അത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഇവിടെ എഴുതണം. ഓക്കെ, ഇനി നമുക്ക് അവിടുത്തെ 18ാമത്തെ പേജിലുള്ള അടുത്തൊരു വർക്ക് നോക്കാം. നതഅറഫു അലൽ അസ്വാത്തി വൽ ഹയവാനാത്ത്. നതഅറഫു നമുക്ക് പരിചയപ്പെടാം, അലൽ അസ്വാത്തി ശബ്ദങ്ങളെ, സൗത്തിൻ എന്നതിന്റെ ജം ആണ് അസ്വാത്ത്, ശബ്ദങ്ങളെ നമുക്ക് പരിചയപ്പെടാം. വൽ ഹയവാനാത്ത് മൃഗങ്ങളെയും അല്ലെ, പക്ഷികളെയും അല്ലെ, ജീവികളെയും അവരുടെ ശബ്ദങ്ങളെയും നമുക്ക് പരിചയപ്പെടാം. വനസിലുഹ ഇല സൂറത്തിൽ മുനാസിബ എന്നിട്ട് ഓരോന്നിന്റെയും നസുല നമുക്ക് അതിനെ യോജിപ്പിക്കാം. ഇല സൂറത്തിൽ മുനാസിബ യോജിച്ച ചിത്രത്തിലേക്ക്. കമാഫിൽ മിസാൽ ഉദാഹരണത്തിൽ കാണിച്ചതുപോലെ. തുമ്മ നക്തുബഹ ഫിൽ മുറബ്ബ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ആ ബോക്സിൽ അത് എഴുതിയും വേണം. ആദ്യം നമ്മളത് ശബ്ദങ്ങളും ജീവികളെയും പരിചയപ്പെടും. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്യണം? ഓരോ ശബ്ദത്തിനും യോജിച്ച മൃഗങ്ങളെ, ജീവികളിലേക്ക് എന്താക്കണം? ഒരു വര വരച്ചതിനെ ബന്ധിപ്പിക്കണം. എന്നിട്ടോ നമുക്ക് എന്താക്കണം? ആ കാര്യങ്ങൾ ഒരു സെന്റൻസ് ആയിട്ട് ആ തൊട്ട താഴെയുള്ള ചിത്രത്തിലെ ബോക്സിൽ എഴുതുകയും വേണം. ഓക്കെ, നമുക്ക് ആദ്യം ശബ്ദങ്ങളൊക്കെ പരിചയപ്പെടാം. യസ്വീഹു കോഴിയുടെ കൂവലിനാണ് യസ്വീഹു എന്ന് പറയുക. യഹൂറു പശുവിന്റെ കരച്ചിലാണ് യഹൂറു എന്ന് പറയുക. യംബഹു നായയുടെ ശബ്ദത്തിനാണ് യംബഹു അല്ലെ? കുരക്കുന്നതിന് എന്താ പറയാ? യംബഹു എന്ന് പറയുക. യൻഇഖു
കാക്കയുടെ കരച്ചിലാണ് യനഇക്കു എന്ന് പറയുക. യമൂ ഉ നമ്മൾ പഠിച്ച പദമുള്ള യമൂ ഉ, നമ്മളിപ്പോൾ കഥയിൽ വന്നിരുന്ന യമൂ ഉ എന്താണ്? പൂച്ചയുടെ ശബ്ദം കരച്ചിലിനാണ് യമൂ ഉ പറയാ. യസ് അറു, യസ് അറു ഗർജിക്കുന്നതിനാ യസ് അറു വരാ. ഏത് ജീവിയാ ഗർജിക്കല്? സിംഹം അല്ലെ? സിംഹത്തിന്റെ ശബ്ദത്തിന് എന്താ യസ് അറു എന്ന് പറയുക. നമുക്ക് ഒരു കുഞ്ഞു വീഡിയോ കാണാം. ഓക്കെ, അതിനുശേഷം നമുക്ക് തിരിച്ചു വരാം. Audio Jungle. Audio Jungle. Audio Jungle. Audio Jungle. Audio Jungle. Audio Jungle. വീഡിയോ കണ്ടല്ലോ. പല ജീവികളുടെയും ശബ്ദങ്ങളും ആ ശബ്ദത്തിന് പറയുന്ന അറബിയിൽ പറയുന്ന പേരുകളുമാണ് നമ്മൾ അവിടെ പരിചയപ്പെട്ടത്. നോക്കൂ, അവിടെ പരിചയപ്പെട്ട പദങ്ങളാണ്. ഒന്ന് യസീഹു. എന്താ യസീഹു എന്ന് പറഞ്ഞാൽ കോഴിയുടെ കൂവലിനാണ് പറയുക. യസ് അറു സിംഹമാണ്, അസദിന്റെ ശബ്ദത്തിനാണ് പറയുക അല്ലെ? കോഴിക്ക് എന്താ പറയാ? ദീക്ക് അല്ലെങ്കിൽ ദജാജത്ത്. യസ് അറു അൽ അസദു അല്ലെ? സിംഹം. യംബഹു കുരക്കുന്നു. എന്താ കുരക്കല്? അൽ കൽബ്. യംബഹുൽ കൽബ്. യമൂ ഉ കരയുന്നു, പൂച്ച അല്ലെ? യമൂ ഉൽ ഖിത്ത്. യൻഇഖു കാക്കയുടെ കരച്ചിൽ അവർ യൻഇഖുൽ ഖുറാബ്. യഖൂറു മുക്രയിടുക അല്ലെങ്കിൽ കരയുക. ആര്? അസൗർ അല്ലെ? കാളയുടെ ശബ്ദം എന്താ പറയുക? യഖൂറു എന്ന് പറയുക. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് വെച്ചിട്ട് ഈ പ്രവർത്തനം നമ്മൾ മുഴുവനാക്കണം. ഇവിടെ നോക്കിയേ, ഇവിടെ ഉദാഹരണം കാണിച്ചിട്ടുണ്ട്. അൽ മിസാൽ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് യസ് അറു അൽ അസദു, സിംഹം ഗർജിക്കുന്നു. യസ് അറു അൽ അസദു കണ്ടോ? അപ്പോൾ നമ്മളിത് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് മുകളിൽ കൊടുത്ത യസീഹു, യഹൂറു, യംബഹു, യനഇക്കു, യമു, യസ് അറു ഈ പദങ്ങൾ ഏത് ജീവിയുമായി ബന്ധപ്പെട്ട ശബ്ദത്തിനാണ് പറയുക എന്ന് കണ്ടുപിടിച്ചിട്ട് ആ ജീവിയിലേക്ക് ഒരു വര വരക്കുക, മാച്ച് ചെയ്യുക കേട്ടോ. യസീഹുവിൽ നിന്ന് ഉദാഹരണം യസ് അറു ഗർജിക്കുന്നു. നമ്മൾ എന്താക്കണം? യസ് അറുവിൽ നിന്ന് ഈ എന്താക്കണം? സിംഹത്തിന്റെ അടുത്തേക്ക് ഒരു വര വരക്കണം അല്ലേ? നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ യസ് അറു എന്നതാണ് സിംഹത്തിന്റെ ശബ്ദം അല്ലെ? യസ് അറുവിൽ നിന്ന് സിംഹത്തിലേക്ക് ഒരു വര വരക്കണം. ഓക്കെ, ഇങ്ങനെ വരച്ച് അതേ രീതിയിൽ മറ്റു പദങ്ങളൊക്കെ ഓരോ ജീവിയിലേക്കും ചേർത്തിട്ട് വരക്കുകയാണ് വേണ്ടത്. അപ്പൊ ഇവിടെ അടുത്ത ചിത്രം നോക്കി. രണ്ടാമത്തെ എന്തിന്റെ ചിത്രമാണ്? കെൽബ് അല്ലെ? കെൽബിലേക്ക് യോജിക്കുന്ന ശബ്ദം ഏതാണ്? നിങ്ങൾ വരക്കൂലേ? എന്താ ചെയ്യേണ്ടത്? കെൽബ്. കെൽബ് എന്താ ചെയ്യാ? യംബഹു അല്ലെ? യംബഹു എവിടെ? എന്താ യംബഹു. അടുത്ത നോക്കിയേ, മൂന്നാമത്തെ ചിത്രം ഏതാണ്? പൂച്ചയാണ് അല്ലെ? ഖിത്ത്. ഖിത്തിന്റെ ശബ്ദം ഏതാണ്? യമൂ അല്ലെ? യമൂ. കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി അടുത്ത പേജിലും ഇതേ രീതിയിൽ പ്രവർത്തനമുണ്ട്, അതും നമ്മൾ ചെയ്യേണ്ടതാണ്. ഇവിടെ കണ്ടോ, ഖുറാബ് ആണ് അടുത്തത് അല്ലെ? അതിന് താഴെയുള്ളത് സൗർ, പിന്നെ ദീക്ക്. ഈ ജീവികളിലേക്കൊക്കെ അവിടെ നിന്ന് ഒരു വര വരക്കുക. എന്നിട്ട് ഇതിന്റെ ബോക്സിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ജീവികളുടെ ശബ്ദവും ഈ ജീവികളുടെയും പക്ഷികളുടെയും പേരും അതിനോട് ചേർത്ത് എഴുതണം. നേരത്തെ യസ് അറുൽ അസദ് പറഞ്ഞതുപോലെ ഇവിടെ എന്ത് ചെയ്യണം? യംബഹുൽ കൽബു. അടുത്തത് യമൂ ഉൽ ഖിത്തു. പിന്നെ യൻഇഖുൽ ഖുറാബു. യഖൂറു സൗറു. യസീഹു ദീക്കു. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നോക്കിയ താഴെ കുറച്ച് ജംഉകൾ കാണാം. പഠിച്ചതാണ് നോക്കുക. ഫർഹുൻ തഅറഫുൽ ജുമു. നമുക്ക് ജമ്മുകൾ ബഹുവചനങ്ങളെ പരിചയപ്പെടാം. പ്ലൂരൽ. ഫർഹുൻ ജംഉ അഫ്റാഖുൻ. ഉശ്ശുൻ ജംഉ ഐഷാഷുൻ. ഉസ്ഫൂറുൻ ജംഉഹു അസാഫീറു. ഹയവാനുൻ ജംഉഹു ഹയവാനാത്തുൻ. ഇത് നമ്മൾ ശരിക്കും പഠിക്കണേ, പരീക്ഷയ്ക്കൊക്കെ ചോദിക്കും ഇതിൽ നിന്ന്.